ഫുട്ബോൾ ലോകത്ത് ലോകകപ്പ് നേടിയ ടീമുകൾ ഒരുപാടുണ്ട്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ 3 ലോകകപ്പ് ജേതാക്കളെ 3 വ്യത്യസ്ത തലമുറകൾ ഇന്നും ആരാധനയോടെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ബ്രസീലിനെയാണ്. 1970-ലെ ബ്രസീൽ ഫുട്ബോളിൻ്റെ സൗന്ദര്യമായിരുന്നു. 1994-ലെ ബ്രസീൽ വിജയത്തിൻ്റെ ശാസ്ത്രമായിരുന്നു. 2002-ലെ ബ്രസീൽ ആക്രമണത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു. 1970-ൽ ബ്രസീൽ ഫുട്ബോളിനെ നൃത്തമാക്കി. 1994-ൽ ഫുട്ബോളിനെ യുദ്ധമാക്കി. 2002-ൽ ഫുട്ബോളിനെ കൊടുങ്കാറ്റാക്കി. പെലെയുടെ ചിരി, റൊമാരിയോയുടെ ധാർഷ്ട്യം, റൊണാൾഡോയുടെ വിശപ്പ്, ഈ 3 യുഗങ്ങൾ ചേർന്നതാണ് ബ്രസീൽ എന്ന ഫുട്ബോൾ സാമ്രാജ്യം. ലോകകപ്പ് ചരിത്രം ഒരിക്കൽ കൂടി എഴുതേണ്ടി വന്നാൽ അതിൻ്റെ സ്വർണ്ണമഷിയിൽ ഏറ്റവും കൂടുതൽ തവണ എഴുതപ്പെടുന്ന പേര് ഒന്നായിരിക്കും: ബ്രസീൽ. പെലെയുടെ പുഞ്ചിരിയിൽ നിന്ന് റൊമാരിയോയുടെ ആത്മവിശ്വാസത്തിലേക്കും റൊണാൾഡോയുടെ തിരിച്ചുവരവിലേക്കും നീളുന്ന ഒരു കഥയാണ് ബ്രസീൽ. ചിലർ കിരീടങ്ങൾ നേടും, ചിലർ റെക്കോർഡുകൾ സൃഷ്ടിക്കും. പക്ഷേ വളരെ കുറച്ച് ടീമുകൾ മാത്രമേ തലമുറകളുടെ ഓർമ്മയിൽ ജീവിക്കൂ. 1970, 1994, 2002 ബ്രസീലിൻ്റെ ഈ 3 ടീമുകൾ ലോകകപ്പ് നേടിയവ മാത്രമല്ല, ഫുട്ബോൾ എന്ന കളിയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങളാണ്. 1970 ഫുട്ബോൾ ദേവന്മാർ ഭൂമിയിൽ ഇറങ്ങിയ നിമിഷം. മെക്സിക്കോയിലെ ചൂടൻ ഉച്ചകളിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞ ഒരു സംഘം മൈതാനത്തിറങ്ങുകയായിരുന്നു. അവരുടെ പന്തടക്കത്തിലും പാസുകളിലും ചലനങ്ങളിലും മനുഷ്യപരിധികൾക്കപ്പുറമുള്ള എന്തോ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് 2 തവണ ലോക കിരീടം അവർ നേടിയിരുന്നു. പെലെ പന്ത് തൊടുമ്പോൾ സ്റ്റേഡിയം നിശബ്ദമാകും. ജേഴ്സിനോ പന്തുമായി കുതിക്കുമ്പോൾ പ്രതിരോധ താരങ്ങൾ വഴിമാറും. റിവേലിനോയുടെ ഇടങ്കാലൻ ഷോട്ടുകൾ മിന്നൽ പോലെ പാഞ്ഞെത്തും. ടോസ്റ്റാവോ അവസരങ്ങൾ ഉണ്ടാക്കും. ഫൈനലിൽ ഇറ്റലിക്കെതിരെ കാർലോസ് ആൽബർട്ടോ നേടിയ ഗോൾ ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ടീം ഗോളുകളിലൊന്നാണ്. 1994 സൗന്ദര്യത്തേക്കാൾ വിജയത്തിന് വില നൽകിയ ബ്രസീൽ. 1982-ലെ മനോഹര ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങിയിരുന്നു. 86-ലും 90-ലും നിരാശ. അതിനുശേഷം ബ്രസീൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു: മനോഹരമായി തോൽക്കുന്നതിനേക്കാൾ സാധാരണയായി ജയിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ജനിച്ച ടീമായിരുന്നു 1994-ലെ ബ്രസീൽ. റൊമാരിയോയും ബെബറ്റോയും മുന്നിൽ, ദുങ്കയുടെ നേതൃത്വത്തിൽ ഉറച്ച മധ്യനിര, പിന്നിൽ ഇരുമ്പ് മതിൽ പോലെയുള്ള പ്രതിരോധം. ഫൈനലിൽ ഇറ്റലിക്കെതിരെ 120 മിനിറ്റ് ഗോളില്ല. പെനാൽറ്റി ഷൂട്ടൗട്ട്. ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു. റോബർട്ടോ ബാജിയോ ഇറ്റലിയുടെ അവസാന പ്രതീക്ഷ. പന്ത് ബാറിന് മുകളിലൂടെ. ബ്രസീൽ ലോക ചാമ്പ്യന്മാർ. 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കണ്ണീരുമായി റൊമാരിയോ ഓടുന്നു, ബെബറ്റോ കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. ഇത് സൗന്ദര്യത്തിൻ്റെ വിജയമായിരുന്നില്ല, മനക്കരുത്തിൻ്റെ വിജയമായിരുന്നു. 2002-ൽ ലോകം ഒരു ചോദ്യം ചോദിച്ചു: റൊണാൾഡോ പൂർണ്ണ ഫിറ്റിലാണോ? ലോകകപ്പിൻ്റെ അവസാനം ലോകം ഉത്തരം കണ്ടെത്തി. അതെ, അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, 3 പേരുകൾ. പക്ഷേ എതിരാളികൾക്ക് അതൊരു പേടി സ്വപ്നമായിരുന്നു. റൊണാൾഡോ അവസരങ്ങൾ ഗോളാക്കും. റിവാൾഡോ എവിടെ നിന്നുമുള്ള ഷോട്ടുകൾ കൊണ്ട് വല കുലുക്കും. റൊണാൾഡീഞ്ഞോ പന്തുമായി കളിക്കുമ്പോൾ ഫുട്ബോൾ ഒരു സർക്കസ് പോലെ തോന്നും. ഇംഗ്ലണ്ടിനെതിരായ റൊണാൾഡീഞ്ഞോയുടെ ഫ്രീ കിക്ക് ഇന്നും ലോകകപ്പ് ചരിത്രത്തിലെ അത്ഭുത നിമിഷങ്ങളിലൊന്നാണ്. ഫൈനലിൽ ജർമ്മനിക്കെതിരെ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ 24 വർഷത്തെ ഇടവേളയുടെ അടുത്ത ഘട്ടമായിരിക്കുകയാണ്. 5 ലോകകപ്പ് കിരീടങ്ങളുടെ ചരിത്രവുമായി എത്തുന്ന ബ്രസീൽ ഇത്തവണയും കിരീട പ്രതീക്ഷകളിലെ പ്രധാന ടീമാണ്. എന്നാൽ പഴയ ബ്രസീലിനെ പോലെ ആക്രമണ ഫുട്ബോൾ മാത്രം കളിക്കുന്ന ടീമല്ല ഇപ്പോൾ. പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ കൂടുതൽ ബാലൻസും ടാക്ടിക്കൽ നിയന്ത്രണവുമുള്ള ബ്രസീലിനെയാണ് ഇപ്പോൾ കാണുന്നത്. പന്ത് കാലിൽ കിട്ടിയാൽ ഒരു നിമിഷം കൊണ്ട് പ്രതിരോധത്തെ കീറിമുറിക്കുന്ന താരമാണ് വിനീഷ്യസ്. അസാമാന്യ വേഗത, ഡ്രിബ്ലിംഗ്, ഒരാൾക്കെതിരെ ഒരാൾ എന്ന പോരാട്ടത്തിലെ മികവ്, ഇതെല്ലാം ചേർന്നാൽ എതിരാളികളുടെ പ്രതിരോധ നിരയ്ക്ക് വലിയ തലവേദനയാണ്. റാഫിഞ്ഞ വലതുവിങ്ങിലെ സൃഷ്ടാവ്. വലതുവശത്ത് നിന്ന് ഗോൾ സൃഷ്ടിക്കുകയും അപ്രതീക്ഷിത ഷോട്ടുകൾ കൊണ്ട് വല കുലുക്കുകയും ചെയ്യുന്ന താരമാണ് റാഫിഞ്ഞ. വിനീഷ്യസിന്റെ വേഗത്തിന് എതിർവശത്ത് റാഫിഞ്ഞയുടെ കൃത്യതയാണ് ബ്രസീലിന്റെ ശക്തി. നെയ്മർ അനുഭവത്തിന്റെ സ്പർശം. പൂർണ്ണ ഫിറ്റ്നസ്സിലാണെങ്കിൽ നെയ്മർ ഇപ്പോഴും ബ്രസീലിന്റെ ഏറ്റവും സൃഷ്ടിപരമായ താരമാണ്. പ്രതിരോധത്തെ തുറന്നു കാട്ടുന്ന പാസുകളും സെറ്റ് പീസുകളിലെ മികവും ടീമിന് അധിക കരുത്ത് നൽകുന്നു. ബ്രസീലിന്റെ ആക്രമണം ഒരു താരത്തെ മാത്രം ആശ്രയിച്ചല്ല. ഇടതുവശത്ത് വിനീഷ്യസ്, വലതുവശത്ത് റാഫിഞ്ഞ.
മഞ്ഞ ജേഴ്സി അണിഞ്ഞ ബ്രസീൽ മുന്നോട്ട് വരുമ്പോൾ അത് വെറുമൊരാക്രമണമല്ല, ഒരു കൊടുങ്കാറ്റാണ്. ഇടതുവശത്ത് വിനീഷ്യസ് മിന്നൽ പോലെ പായുന്നു, വലതുവശത്ത് റാഫിഞ്ഞ വല നെയ്യുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി, പന്ത് നിങ്ങളുടെ വലയിൽ വിശ്രമിച്ചിരിക്കും. അതാണ് ബ്രസീലിന്റെ എതിരാളികളുടെ ഭയം, അതാണ് അവരുടെ സൗന്ദര്യം. 2002 റൊണാൾഡോയ്ക്ക് ഒരവസരം മതി. ഇന്ന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഫിനിഷിങ്ങിൽ പഴയ നിലവാരമില്ല. പഴയ ബ്രസീലിൽ റൊണാൾഡീഞ്ഞോ, കാക്ക, പെലെ പോലുള്ള കളി മാന്ത്രികർ. ഇന്ന് കൂടുതൽ ഘടനാപരവും ടാക്റ്റിക്കലുമായ ഫുട്ബോൾ. ഇന്നത്തെ ബ്രസീൽ പഴയ തലമുറയേക്കാൾ വേഗമേറിയതാണ്. വിനീഷ്യസിനെ പോലെയുള്ള താരങ്ങളുടെ സ്പ്രിന്റുകൾ അതിനുദാഹരണമാണ്. 2002 ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ എതിരാളികൾ തോൽവി ഭയന്നിരുന്നു. ഇന്നത്തെ ബ്രസീലിനെതിരെ ബഹുമാനമുണ്ട്, പക്ഷേ അത്രയും ഭീതിയില്ല. ഒരു കാലത്ത് മഞ്ഞ ജേഴ്സി അണിഞ്ഞ് റൊണാൾഡോയും റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും മുന്നോട്ട് വന്നപ്പോൾ പ്രതിരോധ താരങ്ങൾ പന്തിനേക്കാൾ സ്വന്തം ഗോൾ പോസ്റ്റിനെയാണ് നോക്കിയിരുന്നത്. ഇന്ന് വിനീഷ്യസും റാഫിഞ്ഞയും നെയ്മറും അതിവേഗത്തിൽ കുതിക്കുമ്പോൾ ആവേശമുണ്ട്, അപകടമുണ്ട്, പക്ഷേ പഴയ ബ്രസീലിൻ്റെ ആ അനിവാര്യതയില്ല. 2002 ബ്രസീൽ ഒരു കൊടുങ്കാറ്റായിരുന്നെങ്കിൽ ഇന്നത്തെ ബ്രസീൽ കൃത്യമായി നിയന്ത്രിക്കപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ്. ശക്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷേ റൊണാൾഡോയുടെ ഒരു സ്പർശത്തിൽ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നിരുന്ന ആ ഭീതി ഇന്നും ബ്രസീൽ ആരാധകർ തിരയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.